സംസ്ഥാനത്ത് കാലവർഷം അതിരൂക്ഷമായി തുടരുന്നു. കോഴിക്കോട് വെള്ളത്തിൽ കാൽ വഴുതി വീണ് യുവാവ് മരിച്ചു. ഒളവണ്ണ സ്വദേശി രതീഷാണ് മരിച്ചത്. മരങ്ങൾ കടപുഴകി വീണും അപകടമുണ്ടായി. നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചപ്പോൾ വ്യാപകമായി കൃഷിനാശവും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. വെള്ളക്കെട്ടും കടലാക്രമണവും പലയിടത്തും ശക്തമാണ്. കണ്ണൂർ ചൊക്ലിയിൽ നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലേക്ക് മരം വീണു. കാറുകൾ പൂർണ്ണമായും തകർന്നു. മൺസൂൺ ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാനത്ത് മഴ ദുരിതവും കൂടുകയാണ്. കോഴിക്കോട് വെള്ളത്തിൽ കാൽ വഴുതി വീണാണ് ഒളവണ്ണ സ്വദേശി രതീഷ് മരിച്ചത്. കനത്ത മഴയിൽ പന്തളത്ത് വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. പന്തളം കടക്കാട് പള്ളിക്കിഴക്കേതിൽ ഐഷ ബീവിയുടെ വീടാണ് ഇടിഞ്ഞു വീണത്. പ്രായമായ ഐഷ ബീവി, ബഷീർ റാവുത്തർ എന്നിവർ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. തിരുവനന്തപുരം കോട്ടൂരിൽ 2 വീടുകൾ തകർന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കോട്ടൂർ കടമൻകുന്ന് ജലാലുദ്ദീന്റെയും മുബീനയുടെയും വീടുകളാണ് തകർന്നത്. എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണത്തിൽ വീട് തകർന്നു. പുത്തൻതോട് ബെഞ്ചമിന്റെ വീടാണ് തകർന്നത്. വീട്ടിനുള്ളിൽ തിരകയറി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു. കോട്ടയം തിരുവാതുക്കൽ വേളൂരിൽ കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. നദികളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുകയാണ്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ റാന്നി അരയാഞ്ഞിലിമൺ ക്രോസ് വേയിൽ വെള്ളം കയറി. തിരുവല്ല കടപ്ര പഞ്ചായത്തിൽ 15ലധികം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 18 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കാസർഗോഡ് കുറ്റിക്കോൽ പള്ളഞ്ചിച്ചാലിൽ കൈവരിയില്ലാത്ത പാലത്തിൽ നിന്ന് കാർ പുഴയിലേക്ക് മറിഞ്ഞു. കാറിൽ ഉണ്ടായിരുന്ന 2 പേരെയും രക്ഷപ്പെടുത്തി. കാസർഗോഡ് മധുവാഹിനി പുഴ കരകവിഞ്ഞതോടെ മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലും വെള്ളം കയറി. കണ്ണൂർ പയ്യന്നൂർ കനത്ത മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശമുണ്ടായി. റബ്ബർ, കവുങ്ങ്, വാഴ തുടങ്ങിയവ നശിച്ചു. കാനായി വള്ളിക്കെട്ട് പ്രദേശത്ത് ഇലക്ട്രിക് പോസ്റ്റ് ലൈനുകളും തകർന്നു. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ, ഇടവനക്കാട്, തൃശൂർ ജില്ലയിലെ കയ്പമംഗലം, അഞ്ചങ്ങാടി, മുനയ്ക്കക്കടവ്, മലപ്പുറം ജില്ലയിലെ പൊന്നാനി, ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ എന്നിവിടങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 3 ജില്ലകളിൽ അതിശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് മുതൽ പത്തനംതിട്ട വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അതിരപ്പള്ളി വനമേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുന്നു. ചാർപ്പ, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞൊഴുകുകയാണ്.